നൂറുകണക്കിന് ഉപഗ്രഹ നിയന്ത്രിത ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യക്ക് നൽകാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് വരുന്നു. അത്തരമൊരു നീക്കം നടത്തിയാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് നാറ്റോ സഖ്യത്തിൻ്റെ മുന്നറിയിപ്പ്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നു. മധു, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിശദാംശങ്ങൾ. SKN ഇറാനുമായി റഷ്യ ചില രഹസ്യ ആയുധ ഇടപാടുകൾ നടത്തുന്നുണ്ടെന്ന് വളരെ നേരത്തെ തന്നെ അമേരിക്ക ആരോപിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ വാർത്ത, ഉപഗ്രഹ നിയന്ത്രണ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യക്ക് നൽകാൻ ഇറാൻ ഇരിക്കുന്നു എന്നാണ്. നൂറുകണക്കിന് മിസൈലുകളായിരിക്കും റഷ്യയിൽ എത്തുക. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ആയുധപ്പുര ഇപ്പോൾ കാലിയായിക്കൊണ്ടിരിക്കുന്ന റഷ്യക്ക് വലിയൊരു ആശ്വാസമായിരിക്കും ഈ മിസൈലുകൾ. ഫാറ്റ് 360 ക്ലോസ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം ആയിരിക്കും റഷ്യക്ക് ഇറാൻ നൽകുക എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ റിപ്പോർട്ടുകൾ. അതീവ രഹസ്യമായി നടക്കുന്ന ഈ ആയുധ കച്ചവടം റോയിട്ടേഴ്സ് ആണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനായി ഡസൻ കണക്കിന് റഷ്യൻ സൈനികർക്ക് ഇറാൻ പരിശീലനവും അതുപോലെ ഈ മറ്റു കാര്യങ്ങളും ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതീവ രഹസ്യമായി ആണ് ഈ ആയുധ കച്ചവടം നടക്കുന്നത്. അമേരിക്കയും നേറ്റോ സഖ്യകക്ഷികളും കൂടാതെ G7 രാജ്യങ്ങളും ഇതിനെ പ്രതിരോധിക്കാൻ വരുമെന്ന് US ദേശീയ സുരക്ഷാ കൗൺസിലാണ് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ നാടകീയമായ ചില വ്യതിയാനങ്ങൾ യുക്രൈൻ യുദ്ധത്തിൽ ഉണ്ടാകുമെന്ന് വൈറ്റ് ഹൗസ് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. റഷ്യയുമായി സഖ്യം ഉണ്ടാക്കുന്നതിനെതിരെ ഇറാന് നിരവധി തവണ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഡിസംബർ 13-നാണ് ഇത്തരം ഒരു കരാർ റഷ്യ ടെഹ്റാനുമായി ഒപ്പുവെച്ചെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു 120 കിലോമീറ്റർ റേഞ്ചുള്ള ഈ മിസൈലുകൾ 150 കിലോഗ്രാം ഭാരം വരെയുള്ള മിസൈലുകൾ വഹിക്കുവാൻ ശേഷിയുള്ളതാണ്. ഐക്യരാഷ്ട്രസഭയിൽ ദീർഘകാല പങ്കാളിത്തം റഷ്യയുമായി വിവിധ മേഖലകളിൽ ഉണ്ടെന്നാണ് ഇറാൻ പക്ഷേ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞത്. ഇതിൽ ഇറാൻ പ്രത്യേകം എടുത്തു പറയുന്നത് സൈനിക പങ്കാളിത്തവും അവർക്ക് റഷ്യയുമായി ഉണ്ടെന്നാണ്. SKN. താങ്ക് യു മധു കൊട്ടാരക്കര.